യൂട്യൂബിൽ കണ്ണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ MAG7 സെർവറാണ്. SMBയിലോട്ടാണ് നമ്മൾ കാരണം മൊബൈലിലാണ് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണപ്പി വൈറ്റി. നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയായിരുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തതാണ്. ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് നന്നായി പഠിച്ചപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കുറേ വിവരങ്ങൾ കിട്ടിയായിരുന്നു. ഗൈസ്, ഇത് ഒരു കുഴപ്പമില്ല. ഇത് സെർവർ ഓഫ്ലൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് ഒരു അനാർക്കി സെർവർ ഒന്നുമില്ല. ക്ലൈം ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഈ സെർവറിൽ കയറണമെങ്കിൽ ഡിസ്കോഡിൽ വഴിയാണ് കയറാൻ. ചുമ്മാ ഒന്നും കയറാൻ പറ്റില്ല. അവർ ഇൻ്റർവ്യൂ കാണും. അങ്ങനെ വേണം കയറാൻ. ചുമ്മാ ഒന്നും കയറാൻ പറ്റില്ല. തന്നെ ഇതിന് വേണ്ടി 1 മാസം കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞു ഗൈസ്. അങ്ങനെ കയറി കറൻറ്റ് പിങ് എന്നാണ് 191 നടക്കുന്നത്. പച്ചയോ മഞ്ഞയോ ആയാൽ കുഴപ്പമില്ല. ഓക്കെ, മഞ്ഞ ആയതുകൊണ്ട് കയറി വെക്കാം. യൂസിങ് ഡേറ്റ നമ്മളെ ബേസ് കാണിക്കുന്നത്. നമുക്കതിന് വേണ്ടി ഒരു BK ബഡി എന്ന് പറഞ്ഞ ഒരാൾ തരുന്നു. നമ്മളെ ബേസ് ഫസ്റ്റ് ഒരാളൊന്ന് പൊട്ടിച്ചായിരുന്നു. ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് ഫുള്ളാ 3G കിട്ടുന്ന TNT ഒക്കെ ഇട്ട് പൊട്ടിച്ച് അവൻ എലൈറ്റർ ആരാന്ന് പറഞ്ഞാൽ അവനെ കൊന്ന. ഞാൻ 2 പ്രാവശ്യം അവനെ കൊന്ന്. അവൻ എനിക്കൊന്നും തന്നില്ല. 5 ഡയമണ്ട് കയ്യിൽ നിന്നിട്ട് പോയി. അവനെ നമ്മൾ ബാനാക്കി 2-3 ദിവസത്തേക്ക് ജയിലിലാക്കി. സെർവറിലെ ജയിലാണ്, വേറെ ജയിലുമില്ല. ആകെ നമ്മൾ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ 1K അടിക്കുമ്പോൾ 10 ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് മൈൻക്രാഫ്റ്റ് എടുക്കും. അടുത്ത 2K അടിക്കുമ്പോൾ 5 ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ കുറേ കൊടുക്കും. നമ്മൾ തോട്ടം ഓവറുണ്ട്. അൺലിമിറ്റഡ് പക്ഷേ ഇത് ലോഗിൻ ചെയ്യാൻ /LOGIN. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടില്ല. ഇതെൻ്റെ പാസ്വേഡാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ അവസ്ഥ ഉണ്ടോ എല്ലാം തീർന്ന്. ഒരു ഫൈറ്റിൽ പോയ എന്നെ അടുത്തടി എടുത്ത് വെച്ച് ഞാൻ പൊട്ടും. ന്യൂസ് ചാനലാണിത്. കണ്ടോ നമ്മളെ സൈഡ് 2.2K എന്ന് കിടക്കണ്ട. ഇപ്പോൾ സർവറിൽ ആരെ കൊണ്ടുവന്ന പോളി കാർത്തി കിടക്കണോ ബ്രോ കം ഹിയർ എന്ന് പറയാം. /TPA/KR. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. യു ഗോ അപ്സെറ്റ് ടെലിപ്പോർട്ടിങ് പ്ലീസ് ഡോണ്ട് മൂവ്. BROPLESC give me ME KIWILLG 13 BLCK off EMERLD. ഓക്കെ, ഹലോ ഗായ്സ്. കാർത്തിക് പൊളിയിടാ. നീ സ്ഥലം കൊള്ളാം. എൻ്റെ ബൂട്ടൊക്കെ പൊട്ടാറ്. പോയി കള്ളപ്പയിലിനെ പറ്റിച്ചോടി. ചെസ്റ്റ് പ്ലേറ്റാണ് അതിൽ ഡയമണ്ട്. ശരി, ഇതൊക്കെ പോയ 3G. അയ്യോ, ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് ബാക്കിയല്ലേ. എവിടെ കാർത്തിക്? എവിടെ പോയാ? നമ്മളെ സോൺ അത്യാവശ്യം പവറൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ തരം താത്തി കാണാനുണ്ട്. പൊട്ടിയ ഞാൻ ഇതിട്ടില്ലല്ലോ. ജസ്റ്റ് പ്ലേജർക്ക് ഇത് കിടക്കട്ടെ. അയ്യോ, എൻ്റെ അത്തിപ്പറി അമ്മച്ചേ. പൊട്ടി തീർന്നു. ചത്ത
തോട്ടം ഒരു പ്രശ്നമല്ല, തോട്ടമൊക്കെ കുറേ ഉണ്ട്. ആർമർ പോയാൽ കിട്ടാനാണ്, അതാണ് പ്രശ്നം. അടുത്ത തോട്ടം വരെയിട്ട് ആർമർ 50 ഡേറ്റ ഓക്കെ പോളി. ടാറ്റ, ഹാവ് എ ഗുഡ് ഡേ. ഇതാരെ വീടെന്ന് നോക്കിയാൽ ഇതെൻ്റെ വീടൊന്നുമല്ല. /TP2. അയ്യോ, ട്രേഡിങ് ഹാൾ ഉണ്ടാകുന്ന കൊള്ളാൻ. ഇവിടെ ട്രേഡിങ് ഹാളിന് വില്ലേജേഴ്സ് ഇല്ലല്ലോ. ഒരു വില്ലേജറിനെ ട്രേഡിങ്, പക്ഷേ ഒരു ട്രേഡിങ് ഹാൾ കിട്ടിയ നീ പൊളിയായിരുന്നു കേട്ടോ. നോക്ക് ബാക്ക് ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ സോളിൽ. നോക്കട്ടെ. ഓ, നോക്ക് ബാക്ക് ഷാർപ്പ്നെസ് ഇടും പൊളി. കുഴപ്പമില്ല. മെൻഡിങ് ആവശ്യമുണ്ടെന്ന് കേട്ടോ. അവൻ എന്തൊരു വല്ലതും എന്തിനാ എടുത്തെന്ന് നോക്കട്ടെ. എടുത്ത് എടാ കാർത്തിക് ഒന്ന് വാടാ. സോറി, അവൻ്റെ പേര് തന്നെ /TPA. ഓക്കെ, നമ്മൾ അവൻ്റെ അടുത്ത് വീണ്ടും ടെലിപ്പോർട്ടർക്ക് വെബ്സൈറ്റ് ചെയ്താൽ പൊളിയായിരിക്കും. ടെലിപ്പോർട്ടിങ് ഡോൺ മൂവ് ഡോൺ. അപ്പോഴെല്ലാം അടുത്തൊരു അവൻ നെതറിലെ ബിൽഡിങ്. എവിടെ നെതറിൽ ഫുഡ് കഴിച്ചില്ലേ 3 ആകും. കുഴപ്പമില്ലാത്ത ഇതാണ് അവൻ. എൻ്റെ ഇതെല്ലാം സീനാണ്. എന്നെ ഇട്ട് തന്നാണ് /TPAKAR. അവൻ എനിക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തോട്ട് പോകാം. എന്തോ അവൻ ചെയ്യുന്നത്? അവൻ എവിടെയാ? അവൻ അതിനിടയ്ക്ക് അങ്ങെത്തിയ. കാർത്തിക് എവിടാ നീ? BROGIME മെൻഡിങ് ബുക്ക് IWGA. അതല്ലടാ,
ഓക്കെ സെറ്റ് കൊടുക്കാം. എന്തിനാ എടാ നിനക്ക് ഞാൻ തരാം. ഓക്കെ DERCHEST TCK alt വെയിറ്റ് എടുക്കട്ടെ. ഓക്കെ BRO മെൻഡിങ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെൻഡിങ് കിട്ടിയിട്ടാണ് നമ്മൾ വിളിക്കാൻ ഇനി. അപ്പോൾ ശരി ഗൈസ്, പിന്നെ കുറേ നേരത്തിന് ശേഷം നമുക്ക് മെൻഡിങ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളത് മെൻഡ് ചെയ്യാനാണ് പോണേ. ഇപ്പോൾ പിന്നെ നമ്മളെ വീടുണ്ടല്ലോ, എല്ലാം കുറേ എണ്ണം കയറി ചാമ്പിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്ത BK ബിടിയാണ്. അവൻ ഒരു വർഷത്തേക്ക് ബാക്കപ്പായിട്ട് പോയിട്ടുണ്ട്. കാരണം അവന് എന്തോ അവൻ്റെ വീട്ടിൽ എന്തോ ആയി പറഞ്ഞപ്പോൾ അവനെന്തോ വിഷമായി പോലും. പക്ഷെ നമ്മളെ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ BK ബിടിയായിരുന്നു ഗൈസ്. BK ബിടി ഇപ്പോൾ ഫസ്റ്റൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നപ്പോൾ ഞാൻ വെച്ചിരുന്നു നമുക്ക് പറ്റിയ ആളല്ല, നമ്മളത് സംസാരിച്ച വല്ല കുഴപ്പം പറ്റും എന്നൊക്കെ പേടിച്ചിനെ അവൻ്റെ സംസാരിക്കാൻ പോയില്ല. ആ സമയത്ത് അവൻ എൻ്റെ ആ സെർവറിൽ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെർവറിൽ എൻ്റെ പേരെന്തോ കാർത്തിക്. അവനും വേറെ 2 പേരാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുണ്ട്. ആദ്യം ഒരുത്തൻ എന്നെ പീഡിപ്പിച്ചത് കൊല്ലാൻ നോക്കി ഗൈസ്. അവൻ്റെ 2 തോട്ടം ഞാൻ പൊട്ടിച്ചെന്നിട്ട് പിന്നീട് ഒരു ദിവസം ഇന്നലെ വന്ന ഫൈറ്റ് പൊളിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് മെൻ്റെയാണ് ഇവിടെ വന്നത്. മെൻ്റെ ഫസ്റ്റ് എനിക്ക് ഓഫ് ഹാൻഡിൽ പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അപ്പൊക്കെ ഷാർട്ട്നസ് കണ്ട് കുഴപ്പമില്ല. വന്ന് വീഴ് ഒന്ന് കുറേ വിളിട്ട് മെൻ്റെ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്കൂളുണ്ട്. കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. മെൻ്റെ ആവുന്നു, ചെറുതായിട്ട് ആവുന്നുണ്ട്. എന്നാ കുഴപ്പമില്ല. മോയ് ആവുന്നുണ്ട്. മെൻഡിങ് ആവുന്നുണ്ട്. കുഴപ്പമില്ല. എനിക്ക് നേരത്തെ ഒരു ആവുന്നുണ്ടെന്ന് ഇതിനായിട്ടൊക്കെ പൊളിയായിരുന്നു. അത് മെൻഡിങ് ഒക്കെ നേരത്തെ എനിക്ക് അപ്രോച്ച് മെൻഡിങ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ സോളിൽ വരെ 8 ചോദിച്ചാൽ എനിക്ക് 4 തന്നു.
അന്ന് ഇവിടെ മെൻഡിങ് ആവുന്നുണ്ട്. കുറേ ഒന്ന് കേട്ട്. ഓക്കെ, ആ സമയത്ത് നമ്മളിപ്പോൾ കയ്യിലെന്തുവാ ആക്സ് ഉണ്ട്. ആക്സ് നമുക്ക് വെട്ടാൻ നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് സോഡ് ചുമ്മാ പവർ വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. 2 ബോണ്ട്, കുറച്ച് ഇതുണ്ട്. TNT ഇതാണ് എൻ്റെ വീട്ടിൽ വെച്ച് പൊട്ടിച്ചവന്മാർ. ക്യാമറ വീട്ടിൽ അറിഞ്ഞില്ല ആര് കൊന്നെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ആര് ഫുഡ് ഐ നീഡ്. എന്താണ് എൻ്റെ ഇത് കൂടുന്നില്ല. ടെസ്റ്റൊക്കെ എന്തെങ്കിലും ബഗ്ഗാണോ നോക്കട്ടെ. മിൻ്റെ ആയിത്തോടെ തീരാറായിട്ടുണ്ട്. പകുതിയോളം ചെസ്റ്റ് ഉള്ളതിലൊക്കെ മുക്കാലായി. ഇനിയിപ്പോൾ ഇച്ചിരി എനിക്ക് ഇതാവട്ടെ. ഇനി സ്റ്റോറിൽ എങ്ങനെ പോകണം? പോയി എടീ കുറച്ചും കൂടെ പാടാ. എനിക്ക് പെട്ടെന്ന് മെൻറ്റിട്ട് പോകാനുള്ള പാടാ. കുറേ വന്ന് ആ സമയത്ത് ഞാൻ ഒരു സ്റ്റോക്ക് ആരോ എടുത്ത് വയ്ക്കാം. എന്താ അവൻ ആരൊക്കെ പറക്കി എടുത്തോണ്ട് പോയതില്ലല്ലോ. ഇവിടെ എപ്പം ആരോമാണ്. ഞാൻ ഇവിടെ നിന്ന് ക്യാരറ്റും മയണൊക്കെ ആവശ്യത്തിന് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ബോൺ വീല് കയറ്റിയിട്ട് ബോൺ ആവശ്യമുണ്ട്. കാരണം ഫുഡ് റിസോഴ്സ് ഇവിടെ ഉണ്ട് ദൂരം. കാരണം നമ്മളെപ്പോഴൊക്കെ ഇവിടെ വന്നപ്പോൾ എന്തിലേക്ക് പവർ 2 ഇതിരിക്കട്ടെ. പവർ 3 ഇത് പവർ 2 ഇത് മതി. ഇതും എന്തൊരു പവർ ആവേശം. എനിക്ക് ഫയർ റെസ്പിറേഷൻ കിട്ടിയെങ്കിൽ പൊളിയാനായി. ഫയർ റെസ്പിറേഷൻ കിട്ടിയാൽ പൊളിക്കും. എന്നെ അടിച്ചു. നമ്മൾ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്നും തീരുന്നു. സോൾട്ടിന് എടുക്കണ്ടേ. തീരാറായുണ്ട്. എത്രയായി? തീരാറായി. ഓക്കെ, എനിക്ക് ഇനി ഒരു ലേറ്റർ എടുക്കാം. പിന്നെ ഈ സെർവറിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ എന്നാണ് നമ്മൾ അഡ്മിൻസൊക്കെ പറയണത്. കാരണം ഇതിൻ്റെ അടുത്ത സീസൺ ഇറക്കാൻ പോയാൽ അതുകൊണ്ട് നെക്സ്റ്റ് സീസൺ വരാൻ പോവുകയാണ്. കുഴപ്പമില്ല. നെക്സ്റ്റ് സീസൺ നമ്മളെ പവർ കാണിക്കും. അവിടെ നമ്മൾ ഫസ്റ്റ് കയറും കേട്ടോ. എലിവേറ്റർ ഇറങ്ങണം. നമ്മൾ ഫസ്റ്റ് സ്പീഡ് റൺ എടുക്കാൻ ചെയ്യാൻ നോക്കും. എലിവേറ്റർ ഭയങ്കര പ്രോബ്ലമാണ്. ഞാൻ ഇപ്പോൾ എലിവേറ്ററൊക്കെയാണ് നിൽക്കുന്നത്. ഇതുവരെയും കിട്ടിയില്ല. സ്റ്റോറിലൊക്കെ വൻ വിലയാണ്. അതാണ്ട് ഈ മണി നടക്കണ്ട. ഈ 2 കിൽസിനെ മറ്റേ എലിവേറ്ററിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് ബാൻ ചെയ്ത്. എനിക്ക് ഇനി അവന്മാർ സ്പോണിലോട്ടൊന്ന് പോകണം. തീരാറ ചെസ്റ്റ് വിളിച്ചായി. മെൻ ടൈമിൽ ഇത് കൂട്ടൂലെന്നാണ് തോന്നുന്നത്. മെൻ്റെ ആകുമ്പോൾ നമുക്ക് ഈപ്പേ കിട്ടൂല എന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇനി ഒരു എൻട്രിൽ കയറി എൻട്രമാൻ ടൈമുണ്ട് കാണാം അവിടെ. കൊല്ലോ നോക്ക് ബാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. എത്ര എൻ്റെ കയ്യിൽ 10 പേരുടെ തന്നെ അടിച്ച്. കുറച്ചൊന്ന് വീഴ് മനസ്സിലുള്ള ചവറൊക്കെ എടുത്ത് കളയിട്ട്. തീരായാ ഇനി 2 കൂടെ ഉള്ളു. ഫുള്ളാക്കിയിട്ടൊന്ന് പോകണം.
എന്തായി കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാറ്റനിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.